ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ട. ശരിക്കും അത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇപ്പം നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതിലും വെച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ നിന്ന് ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഞാനത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. ആലു പൊറോട്ടയ്ക്ക് 1 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 1 കിലോ ഉരുളക്കിഴങ്ങിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. 1 കിലോ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക്, മല്ലിയില, കുറച്ച് കടുക്, അതേപോലെ നമ്മുടെ അരിപ്പൊടി, ഉപ്പ്, എണ്ണ, അവില്, പിന്നെ ഈനോ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടത്. അത് നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിലൊന്ന് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് തിന്ന് മാറ്റാം. അപ്പോൾ നല്ല പോലെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അതെല്ലാം തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം നമുക്കിതിനെ. ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അവില്, വെള്ള അവില് അത് ചേർക്കാം. അതേപോലെ 1/2 കപ്പ് അരിപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചൂടാറിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല, പാകത്തിന്. ഇതുണ്ടോ, ഈ പാകത്തിന് നമ്മൾ അരച്ചെടുക്കണം. ഇപ്പോൾ അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചത് ക്യാപ്സിക്കം അത് ഇട്ട് കൊടുക്കാം. ചെറുതായി മുറിച്ച പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം. മല്ലിയില പൊടിയായി മുറിച്ചതാണ് മല്ലിയില, അതിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കൊരു ഈനോ അതൊന്ന് ചേർക്കണം. അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. ഇപ്പം നല്ലപോലെ എല്ലാം ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു 1/2 മണിക്കൂർ അടച്ച് വെക്കാം, എന്നിട്ട് ചുട്ടെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ചുടാൻ തുടങ്ങാം. ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് പാൻ അടുപ്പിൽ വെക്കാം.
നോൺ സ്റ്റിക്കിലും നമുക്ക് വേണേൽ വെക്കാം, അതേപോലെ ഇരുമ്പ് പാനിലും വെക്കാം. ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് ചുടാൻ കിട്ടും. പാന് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മളിത് ചുടുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ തീ നല്ലപോലെ കത്താൻ പാടില്ല. സിമ്മിൽ വെച്ചിട്ടേ നമുക്കിത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തെ നമ്മുടെ ആയിട്ടുണ്ട്, അതും പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇതെല്ലാം ചുട്ടെടുത്തിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 4 ചുട്ടെടുത്തിട്ടുണ്ട്, 4ാമത്തെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മാവുണ്ട്, അത് നമ്മൾ മെല്ലെ ചുടുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ ചൂടോടെ ടേസ്റ്റ് ചെയ്താലേ അതിൻ്റെ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈസലിനെ വിളിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ മാവ് കുറച്ച് ബാക്കിയുണ്ട്. ഇത് നമുക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ ചുടാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഫൈസലെ വന്നോളൂ, ടേസ്റ്റ് നോക്കാൻ വന്നോളൂ. നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണെന്ന്. എന്തായാലും ഈ ആലു പൊറോട്ടയില് നമുക്ക് ശരിക്കും കറി വേണ്ട കഴിക്കണമെങ്കിൽ? കറി ചമ്മന്തി ഇല്ലേ, ചമ്മന്തി സാമ്പാറോ എന്ത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. നമ്മളിവിടെ ഒന്നും കറി വെച്ചിട്ടില്ല. അതും ലാഭിച്ചു, മൊത്തത്തിൽ ലാഭിക്കലാണല്ലേ? അതെ അതെ. ശരി ശരി. എന്തായാലും ഇതിൽ കറി വേണ്ടാത്തൊരു ഫുഡാണ്, അല്ല നമ്മൾ ലാഭിക്കാൻ വേണ്ടി ചെയ്തതല്ല. കാരണം ഇതിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ്, മല്ലിയില, അതേപോലെ ക്യാപ്സിക്കം, തക്കാളി എല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് ശരിക്കും കറി വേണ്ടാതെ തന്നെ കഴിക്കാന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കറി ഇല്ലാതെ ഉണ്ടാക്കിയത്. അപ്പൊ എത്ര പെട്ടെന്ന് ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് ടേസ്റ്റ് പറയട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ കഴിക്കാൻ പോണം. അപ്പൊ ഞാൻ കഴിച്ചു നോക്കണം. അടിപൊളി. ഞാനിത് കഴിക്കുന്നതിന് മുമ്പ് എന്താ വിചാരിച്ചറിയാം, ഓംലെറ്റിന്റെ ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അല്ല, നല്ല മണം. അതെ അതെ അതെ. പക്ഷെ ഓംലെറ്റ് പോലെ അല്ല, നമ്മൾ കണ്ട ഓംലെറ്റ് പോലെ എന്ന് വിചാരിക്കും, അല്ല. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ആ ഈനുവിന്റെ ആ ഒരു ലെമൺ, നമ്മൾ ലെമൺ ആ ഒരു ഫ്ലേവർ കൂടി വരുന്നുണ്ട്. അന്നേരം സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം, കറി തീരെ വേണ്ട. കറിയും കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ, മൊത്തത്തില് ടേസ്റ്റ് മാറും. ഇത് ഇതിന്റെ ടേസ്റ്റ് മാത്രമായിട്ട് കഴിച്ചാലാണ് അതിന്റെ ഒരു രുചി കിട്ടുന്നത്. പിന്നെന്താ പറയാനുള്ളത്? എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആലു പൊറോട്ടയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അത്രേ എനിക്ക് പറയാറുള്ളൂ. വീഡിയോ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടുത്ത പാടി കിച്ചന്റെ പുതിയ വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.